പലപ്പോഴും ഈ റെസ്പോൺസിബിൾ ആയിരിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ആരാ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്? നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതിന് വേറൊരു മറുവാദവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ അനന്തമായി നമുക്ക് നീട്ടിക്കൊണ്ട് പോകാം എന്നുള്ളതല്ലാതെ ഈ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇത് പറയുമ്പോൾ ചിരിയാൻ കാരണം മറ്റൊന്നുമല്ല. പല ക്ലാസ്സുകളിലും ഇത് എൻലെസ് ഡിസ്കഷനിലേക്ക് ഈ സാധനം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റെസ്പോൺസിബിലിറ്റി ലൈഫിൻ്റെ എടുക്കേണ്ടത് എൻ്റേത് ഞാനും നിങ്ങളുടേത് നിങ്ങളും തന്നെയാണ്. വേറെ ആരും അതിൽ എടുക്കാനില്ല. ചിലർ പറഞ്ഞേക്കാൻ പാടില്ല എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണെന്നൊക്കെ. അതായത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഞാനെന്ന് പറയുന്ന മനുഷ്യനെ, എൻ്റെ സ്വത്വത്തെ, എൻ്റെ ക്യാരക്ടറിനെ, എൻ്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. ഞാൻ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനം അതൊരു പക്ഷേ തെറ്റായി പോയിരിക്കാം. ആ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ പേരൻസിൻ്റെ അടുത്തേക്കോ എൻ്റെ സിബ്ലിങ്സിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്കോ മാറ്റുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് മണ്ടന്മാർ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പൂർണ്ണ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആർക്കാണ്? നമുക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. എന്ന് കരുതി വലിയ വലിയ ഒരിക്കലും നടക്കാത്ത യാതൊരു തരത്തിലും പ്രാക്ടിക്കാലിറ്റി ഇല്ലാത്തൊരു തീരുമാനം ഞാൻ മനസ്സിലെടുത്ത് വെച്ചിട്ട് ഞാനത് ചെയ്ത് കാണിക്കാം എന്നുള്ള ഓവർ കോൺഫിഡൻസോട് കൂടി പെരുമാറണം, പുറപ്പെടണം എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വിജയപരാജയങ്ങളുടെ ഉത്തരവാദിത്തം, അതിൻ്റെ കീ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് ഓർത്തിട്ട് വേണം നമ്മൾ ഓരോ വെഞ്ചറുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ.